നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ് ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ. നമ്മൾ ഈ ലേബർ സമയത്ത് യൂട്രസിൻ്റെ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഇൻഫ്യൂഷൻ ആയിട്ടാണ് ഇത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. Continue oxytocin infusion after delivery of fetus and placenta to prevent PPH. അതായത് ഫീറ്റൽ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പ്ലാസന്റ ഡെലിവറി കഴിഞ്ഞും നമ്മൾ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പ്ലാസന്റ ഡെലിവറി കഴിഞ്ഞാലും യൂട്രസ് എന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ യൂട്രസ് കൺട്രാക്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യൂട്രസിലുള്ള ബ്ലഡ് വെസൽസിൽ റപ്ചർ ഉണ്ടാവുകയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതുമൂലം പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. PPH പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. സോ യൂട്രസ് ഷുഡ് കണ്ടിന്യൂ ഇറ്റ്സ് കൺട്രാക്ഷൻ ഈവൻ ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് പ്ലാസന്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു യൂട്രൈൻ കൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് തന്നെ ഇരിക്കുക. ഇനി നമുക്ക് ഈ ഓക്സിറ്റോസിന്റെ ഡോസേജിലേക്ക് വരാം. എത്ര ഡോസേജ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ലോഡിംഗ് ഡോസ്, അതായത് നമ്മൾ ഇത് കോൺസെൻട്രേഷൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നത്. അതായത് ഓക്സിറ്റോസിനും NSഉം മിക്സ് ചെയ്തിട്ട് അത് ആണ് നമ്മൾ ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ മിക്സിംഗ് ഡോസ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. 10 ഇന്റർനാഷണൽ യൂണിറ്റ് ഇൻ 1000 ml ഓഫ് 0.9% NS. ഓക്കെ, അപ്പൊ 0.9% NSൽ 10 ഇന്റർനാഷണൽ 0.9% NS 1000 ml 0.9% NSൽ 10 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ഓക്സിറ്റോസിൻ ആഡ് ചെയ്ത് അതിന് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇൻഫ്യൂഷൻ റേറ്റ് എത്രയാണെന്ന് നോക്കാം. എത്രയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡോസ്, അതായത് പേഷ്യന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോസ് എത്രയാണ് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ഇൻഫ്യൂഷൻ റേറ്റ് ഈസ് 1 to 5 milli units per minute. ഓക്കെ, 1 to 5 milli units per minute ഓഫ് ഓക്സിജൻ ആണ് തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ടിംഗ് ടൈമിൽ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് മാക്സിമം ക്യാൻ ബി ഗിവൺ അപ് ടു 30 milli units per minute. ഇതിന് മാക്സിമം റേറ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന ഇൻഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് 30 milli units per minute ആണ്. അതായത് യൂട്രൈൻ കൺട്രാക്ഷന്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കി നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഡോസ് കൂട്ടി കൊടുക്കാൻ പറ്റും. ബിക്കോസ് യൂട്രൈൻ കൺട്രാക്ഷൻ ഒക്കെ കുറവാണ് ഉണ്ടാവുന്നതെങ്കിൽ ചെറുതായിട്ട് ഡോസ് കൂട്ടുക. അങ്ങനെ കൂട്ടി മാക്സിമം നമുക്ക് ഏറ്റവും മാക്സിമം ഡോസിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് 30 milli units per minute. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഡോസേജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്ന്, മിക്സിംഗ് ഡോസേജ് എത്രയാണ്, കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു. 10 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ഓക്സിറ്റോസിൻ ഈസ് ആഡഡ് ടു 1000 ml ഓഫ് 0.9% NS. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ് പറഞ്ഞത് ഇൻഫ്യൂഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡോസേജ് ആണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ 1 to 5 milli units per minute ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡോസ് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ഡോസ് ടു ബി ഗിവൺ ഈസ് 30 milli units per minute. ഇനി ഈ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ ചിലപ്പോൾ നമ്മൾ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 2 സാഹചര്യത്തിലാണ് ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാറുള്ളത്. ഒന്ന്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് ലെസ് ദാൻ 100 beats per minute ആയി കഴിഞ്ഞാൽ. ഇഫ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഈസ് ലെസ് ദാൻ 100 beats per minute, ലെസ് ദാൻ 100 beats per minute ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫീറ്റൽ ഡിസ്ട്രസിന്റെ ഒരു സൈൻ ആയിരിക്കാം അതല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്യണം. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇഫ് കൺട്രാക്ഷൻ ഡ്യൂറേഷൻ ഈസ് മോർ ദാൻ 90 seconds, യൂട്രസിൽ നടക്കുന്ന കൺട്രാക്ഷന്റെ ഡ്യൂറേഷൻ 90 seconds എബോവ് ആയി കഴിഞ്ഞാലും ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ 2 സിറ്റുവേഷൻസിലാണ് ഈ ഓക്സിറ്റോസിൻ ഇൻഫ്യൂഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. വൺ ഈസ് വെൻ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ബിക്കം ലെസ് ദാൻ 100 beats per minute. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ബിക്കം മോർ ദാൻ 90 seconds എന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, എനി ഡീസലറേഷൻ ഓർ ആക്സിലറേഷൻ ഇൻ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഇൻഡിക്കേറ്റ്സ് ഫീറ്റൽ ഡിസ്ട്രസ്. അപ്പോൾ ഫീറ്റൽ ഹാർട്ട് റേറ്റിൽ ആക്സിലറേഷനും ഡീസലറേഷനും ഉണ്ടായി കഴിഞ്ഞാൽ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കൂടുക പെട്ടെന്ന്, ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കുറയുക. അപ്പോൾ എയർലി ആക്സിലറേഷൻ ഓഫ് അല്ലെങ്കിൽ എയർലി ആക്സിലറേഷൻ ആൻഡ് ഡീസലറേഷൻ ഓഫ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഫീറ്റൽ ഡിസ്ട്രസിന്റെ പ്രധാനപ്പെട്ട ഒരു സൈൻ ആണ്. ഈ ഫീറ്റൽ ഡിസ്ട്രസിന്റെ സൈൻസ് ആയിട്ടുള്ള ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ, ആക്സിലേഷൻ ഡീസലേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, മദറിന് നമ്മൾ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ പ്ലേസ് ചെയ്യണം. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ പ്ലേസ് ചെയ്യുക, ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ആഫ്റ്റർ ഡെലിവറി ദ യൂട്രസ് ഷുഡ് ബി ഫേം. ഡെലിവറിക്ക് ശേഷം യൂട്രസ് എന്തായിരിക്കണം? ഫേം ആയിരിക്കണം, ഭയങ്കര ഹാർഡ് ആയിരിക്കണം.
ഇഫ് യൂട്രസ് ഈസ് എൻലാർജ്ഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബ്ലാഡർ ഡിസ്റ്റൻഷൻ. ചെക്ക് ബ്ലാഡർ. അപ്പോൾ യൂട്രസ് എൻലാർജ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അപ്പൊ ഫേം ആയിട്ടുള്ള യൂട്രസിന് പകരം എൻലാർജ്ഡ് യൂട്രസ് ആണ് ആഫ്റ്റർ ഡെലിവറിയിൽ കാണുന്നെങ്കിൽ അത് ബ്ലാഡർ ഡിസ്റ്റൻഷൻ മൂലമായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാഡർ ചെക്ക് ചെയ്യുക. അങ്ങനെ ബ്ലാഡർ ഫുൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കത്തീറ്റർ ചെയ്തിട്ട് ബ്ലാഡർ ഫ്രീ ആക്കുക എന്നുള്ളത്.